പുൽപ്പള്ളിയിലെ കടുവയെ പിടികൂടാനുള്ള ദൗത്യം രാത്രിയും തുടരും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന തുടരുക. തെർമൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പുൽപ്പള്ളിയിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടുന്നതിനായി ശ്രമം തുടരുകയാണ് വനംവകുപ്പ്. തിരച്ചിലിനായി കോന്നി സുരേന്ദ്രൻ, വിക്രം എന്ന കുങ്കിയാനകളെ പുൽപ്പള്ളിയിലെത്തിച്ചു. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി തെർമൽ ഡ്രോണിന്റെ സാന്നിധ്യവും വനംവകുപ്പ് പരീക്ഷിക്കുന്നുണ്ട്. പുൽപ്പള്ളി അമരക്കുനിയുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ വനംവകുപ്പ് പരിശോധന നടത്തി. എന്നാൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ ആയിട്ടില്ല. പ്രദേശത്ത് ആദ്യം സ്ഥാപിച്ച 2 കൂടിനു പുറമെ ഇന്ന് മൂന്നാമതൊരു കൂടുകൂടി സ്ഥാപിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും RRT അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് നടക്കുമെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. ഇവിടെ നിലവിൽ ഇൻസിഡന്റ് കമാൻഡറായിട്ട് റേഞ്ച് ഓഫീസർ ചതുലത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇരളം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, അതുപോലെ തന്നെ പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ്, വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് അവരെല്ലാം തന്നെ രാത്രികാലത്തും അതുപോലെ തന്നെ പകൽ സമയത്തും പട്രോളിംഗ് നടത്തുന്നതാണ്. കൂടാതെ RRTയുടെ സേവനവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നതെന്നും ഈ പ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിലാണെന്നും പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ പറഞ്ഞു. ജനം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും അതുപോലെ 3 സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലും നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. മീഡിയ 1 വയനാട്.